പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവിയോടും DMOയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ മൊഴി. ചികിത്സയ്ക്ക് അനസ്തേഷ്യ അനിവാര്യമായിരുന്നുവെന്നും അനസ്തേഷ്യ നൽകാതെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല എന്നുമാണ് മൊഴിയിൽ പറയുന്ന വിശദീകരണം. പീഡിയാട്രിഷ്യനും പ്ലാസ്റ്റിക് സർജനുമാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ മൊഴി ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. അതേസമയം അനസ്തീഷ്യ നൽകിയ ഡോക്ടർ ഇന്ന് ഹാജരായതുമില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും പല വാദമുഖങ്ങളാണ് ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അനസ്തീഷ്യ അടക്കമുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദഗ്ധരുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ കുറ്റക്കാർക്കെതിരെ കനുത്ത നടപടി വേണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉയരുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കൂടി ഇതിൽ ഇടപെട്ടതോടെ ഇനിയുള്ള അന്വേഷണങ്ങളും നടപടികളും എന്തൊക്കെയാകും? വിഷ്ണു, പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിലാണ് സ്വമേധയാ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ DMOയോടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെയാണ് പയ്യന്നൂർ എരമം സ്വദേശികളുടെ മകനായ ദേവാൻഷ് ശൗര്യ മരണപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബാലാവകാശ കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെ തന്നെ അനസ്തേഷ്യ അനിവാര്യമായിരുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകാതെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ലായിരുന്നു, ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നും ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ട്. ശിശുരോഗ വിദഗ്ധരും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജനുമാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന് മൊഴി നൽകിയത്. അനസ്തേഷ്യ നൽകിയ ഡോക്ടറെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആശുപത്രി അധികൃതർക്ക് പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിഷ്ണു, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.